ലക്നൗ ഓൾഡ് സിറ്റിയാണ് ഫുൽഫിലിയ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് ഇറങ്ങി അത് വെളിയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു രാത്രി ആശ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സിറ്റിയിലൂടെ ഇങ്ങനെ ഓൾഡ് ലക്നൗ സിറ്റിയിലൂടെ പോവുകയാണ്. നൈറ്റ് വ്യൂ ആണിത്. ഇത് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കി നമ്മളിപ്പോൾ പോവുകയാണ്. രാത്രി കാഴ്ച വളരെ മനോഹരമാണ്. അവിടെ ഒരു വലിയൊരു ടവർ കാണുന്നുണ്ട്. तुमको मालूम है क्या ये टावर का नाम? हाँ, इसको कहते हैं घंटाघर, क्लॉक टावर. क्लॉक टावर, ओके ओके. हिंदी में इसको घंटाघर कहेंगे फादर जी. हैं? हिंदी में इसको घंटाघर कहेंगे. हाँ, क्लॉक टावर, क्लॉक टावर. ओके ओके. അത് വളരെ മനോഹരമാണ്. घंटी बजाते हैं ना जी? घंटी बजाते हैं ना? हाँ, बजते हैं. ഓക്കെ. ഓ, വളരെ ബ്യൂട്ടിഫുൾ. നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തി. ഫുഡ് കോർട്ടാണ്, ഹുസൈനാബാദ് ഫുഡ് കോർട്ട്. അവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വഹീദ് ബിരിയാണി ഉണ്ട്, പിന്നെ റോസ്റ്റഡ് ചിക്കൻ, പ്രോൺസ്, ഫിഷ് ഫിംഗേഴ്സ്, സഫ്രാനി ദം ബിരിയാണി, ഇവിടെ ഫ്രൈഡ് ചിക്കൻ, ഇവിടെ സ്വീറ്റ് കോൺ, ഫിംഗർ ബർഗർ, ചിക്കൻ വിങ്സ്, ചിക്കൻ ട്വിസ്റ്റർ, പോപ്കോൺ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ. ഇവിടെ നിന്നാൽ മനോഹരമായിട്ട് ക്ലോക്ക് ടവർ കാണാൻ സാധിക്കും. ഇത് ഓൾഡ് ലക്നൗവിലാണ്. ഇവിടെ ഓരോ ഫണ്ണി തിങ്സൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ രസകരമായിരിക്കും ഇവിടെ ചെന്ന്. ഇവിടെയൊക്കെ ഒരു 365 ദിവസവും ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതാണ് ഈ നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ഫുഡ് എന്തുവാ, ഏതോ ഒരു കബാബ് കഴിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ അത് ക്ലോസായി. അത് ക്ലോസായി കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടോ. ഭയങ്കര റഷാണ് ഈ ഓൾഡ് ലക്നൗ റോഡുകളെല്ലാം തന്നെ. ബാംഗ്ലൂർ പോലെ തന്നെ റഷുള്ള ഒരു ഏരിയ ആണ്. നമുക്കിനിയിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണം. ഈ റോഡ് ഇത്രയും ട്രാഫിക് ഉണ്ട്. ഈ ട്രാഫിക് വരുന്ന ജനങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട്. അതാണ് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്നു. വളരെ രസകരമാണ് ഇവിടുത്തെ യാത്രയും. പക്ഷേ ഔട്ട്സ്കേർട്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ല. വളരെ മനോഹരമായി ക്രോസ് ചെയ്ത് ഇതാണ് പുതിയ ഇവിടുത്തെ ഓട്ടോ. ഇതിനകത്ത് കിतने आदमी इसके अंदर? 4 आदमी बैठाते हैं 6 8 8 को. इसका ये ऑटो रिक्शा नहीं है क्या? ये ऑटो रिक्शा ही है. ये ऑटो रिक्शा है. ഇത് അന്വേഷിച്ചാണ് വന്നത്. തുണ്ടൈ കബാബി ഇതന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് പ്രവേശിക്കുക. നമുക്ക് നോക്കാം. ഇതാണ് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അകത്ത്. ഇത് വെളിയിൽ ഔട്ട്ഡോറിലുള്ള ഫെസിലിറ്റിയാണ്. നമ്മളിവിടെ ഓർഡർ കൊടുത്തു തുണ്ടൈ മട്ടൻ കബാബ്, അതുപോലെ തന്നെ ദെൻ റോസ്റ്റഡ് ചിക്കൻ ടിക്ക. 3 ഐറ്റം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ പാക്ക് ചെയ്ത് മേടിച്ചിട്ട് കാറിലിരുന്ന് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. ഭയങ്കര റഷാണ് ഇവിടെ. നോക്കി ചുറ്റും നോക്കി ഇവിടെ എല്ലാം വളരെ
പ്രയാസമേറിയതാണ്. നമ്മുടെ ഡ്രൈവർ സാധനം പാക്ക് ചെയ്ത് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ ആ സമയം റെസ്റ്റ് ചെയ്യുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ വാഹനത്തിൽ കയറും. വാഹനത്തിലിരുന്ന് കഴിക്കുക സാധ്യമാകെ ഉള്ളൂ. അത്രമാത്രം റഷാണ് ഇവിടെ. ഓക്കെ.